ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോയാണ്. ഞങ്ങളിന്ന് ഇഫ ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ചിക്കൻ എല്ലായിടത്തും വൃത്തിയായിട്ട് കഴുകി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരോ പീസ് ചിക്കനായിട്ട് എടുത്തിട്ട് ഇങ്ങനെ അടിച്ച് പരത്തി കൊടുക്കുക. കാരണം അതെന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും ചിക്കൻ. അത് കഴിഞ്ഞിട്ട് ഒരു ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. അതാകുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുമ്പോഴേക്ക് ഈ മസാല എല്ലാം നല്ല രീതിക്ക് തന്നെ നമ്മളെ ചിക്കനിലോട്ട് പിടിക്കും. അടുത്തതായി നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായി 1 സ്പൂൺ മഞ്ഞൾ, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, പിന്നെ കുരുമുളകും ജീരകവും പൊടിച്ചത്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കേർഡ്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഓരോരോ ചിക്കൻ പീസായിട്ട് ഇതിലിട്ടിട്ട് നല്ല രീതിക്ക് മസാല തേച്ച് പിടിപ്പിക്കുക. ഇനി ഈ ചിക്കൻ ഒരു 4 മണിക്കൂർ, കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞങ്ങളൊരു 4-5 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ബാക്കി പ്രിപ്പറേഷൻസ് ഞങ്ങൾ രാത്രിയാണ് തുടങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഓരോരോ ചിക്കൻ പീസായിട്ട് ഇട്ട് കൊടുക്കുക. ഈ ചിക്കൻ റെഡി ആവുന്നതിനിടയ്ക്ക് നമുക്ക് പോയി ഇതിലിടാനുള്ള സോസ് ഉണ്ടാക്കാം. മുട്ടയുടെ വെള്ള മാത്രം എടുക്കുക. വെള്ളം ഇട്ടിട്ട് അതിലേക്ക് കുരുമുളക് ഇടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു 1-2 അല്ലി വെളുത്തുള്ളി ഇടുക. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇടുക. പിന്നെ കുറച്ച് പാല് നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് പാലിടുക. അത് കഴിഞ്ഞിട്ട് വിനീഗർ ഇടുക. വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീരായാലും മതി. അത് കഴിഞ്ഞ് ഫ്രഷ് ക്രീമും ആവശ്യത്തിന് ഉപ്പും പിന്നെ 2 സ്ലൈസ് ചീസ്. അത് കഴിഞ്ഞ് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതായത് ഇവിടെ എല്ലാവരും ഇഫ ചിക്കൻ കഴിക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. അങ്ങനെ നമ്മുടെ സോസും റെഡിയായി, നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ഈ സോസ് സ്പ്രെഡ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അങ്ങനെ നമ്മുടെ ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. എല്ലാവരും ടേസ്റ്റ് ചെയ്തു. അമ്മയും ആടും ചേച്ചിയും കൊച്ചും എല്ലാവരും ടേസ്റ്റ് ചെയ്തു. അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞ് കുക്കിംഗ് വ്ളോഗായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.